മനുഷ്യൻ എന്ന നിലയ്ക്ക് നമുക്ക് പലതരത്തിലുള്ള വികാരങ്ങളുണ്ടാകും. അതിലൊന്നാണ് ഇത്തരത്തിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഉള്ള നമ്മുടെ വേദന. അത് നമുക്കറിയാവുന്നതാണ്. പ്രത്യേകിച്ച് ഈ ഒരു മരണം അത് ഈ നാടിനെ സംബന്ധിച്ചും അതുപോലെ തന്നെ ഈ കേരളക്കരയെ സംബന്ധിച്ചിടത്തോളം ഏറെ വേദന ജനിപ്പിക്കുന്ന ഒന്നാണ്. കാരണം അത്രയേറെ വൈകാരികമായിട്ടുള്ള കാഴ്ചകളാണ് നമുക്ക് ഇവിടെ നിന്നും കാണാൻ സാധിക്കുക. ജെൻസൺ അത് വെറുമൊരു ചെറുപ്പക്കാരൻ. അപ്പോൾ ഈ ന്യൂസ് കണ്ടിട്ട് കരയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. എനിക്കും ഭയങ്കര സങ്കടം തോന്നി. എന്താ ചോദിച്ചാൽ വയനാട് ദുരന്തത്തിൽ അച്ഛനും അമ്മയും ഉറ്റവരെല്ലാം നഷ്ടപ്പെട്ടു. സ്നേഹിച്ച ചെറുക്കൻ കൈവിട്ടില്ല. അവൻ കല്യാണം കഴിക്കാമെന്നെല്ലാം തീരുമാനിച്ചു. കല്യാണമൊക്കെ ഉറപ്പിച്ച് വെച്ചിരിക്കുമായിരുന്നു. അപ്പോഴാണ് വിധി അതെല്ലാം മാറ്റിമറിച്ചത്. ജെൻസൺ എന്ന യുവാവ് ഈ ലോകത്തോട് വിട പറഞ്ഞത്. ജെൻസൺ ശ്രുതി അവർ എന്താ പറയുക, പ്രണയിച്ചവരാണ്. എന്താ പറയുക, അത് ഈ ഒരു വീഡിയോ കണ്ടിട്ട് എനിക്ക് വാക്കുകൾ തന്നെ കിട്ടുന്നില്ല. അത്രയും സങ്കടം തോന്നുന്നുണ്ട്, അത്രയും വിഷമം തോന്നുന്നുണ്ട്. ആ പൊന്നുമോളുടെ ഒരു അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കുക. ആ ദുരന്തത്തിൽ എല്ലാവരും നഷ്ടപ്പെട്ടു. അച്ഛനും അമ്മയും എല്ലാം നഷ്ടപ്പെട്ടു. കൈ താങ്ങായി നിന്നതായിരുന്നു അവൻ. എന്താ പറയുക, എല്ലാം നഷ്ടപ്പെട്ടിട്ടും അവൻ കൂടെ നിന്നു. എല്ലാം കൂടെ നിന്ന് അവളുടെ എല്ലാ കാര്യങ്ങളും ചെയ്ത് വിവാഹത്തിൻ്റെ ഒരുക്കങ്ങളിലേക്ക് കടക്കുമായിരുന്നു. ആ സമയത്താണ് വിധി മറ്റൊരു രൂപത്തിൽ വന്ന് അവൻ എന്താ പറയുക, ആക്സിഡൻറ്റിൽ ആ യുവാവ് ഈ ലോകത്തോട് വിട പറഞ്ഞത്. ഇന്നലെ കുറച്ച് ക്രിട്ടിക്കലായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ ആ ഒരു ഇത് മറ്റൊരു വിധത്തിലായിരുന്നു. ആ ശ്രുതി എന്ന പെൺകുട്ടി എങ്ങനെ ഇതെല്ലാം താങ്ങൂല. ഉറ്റവരും ഇടവരെല്ലാം പോയി എങ്കിലും ഒരു ആശ്വാസം, ചെറിയൊരു ആശ്വാസം എന്ന് പറയാൻ ഈ ഒരു യുവാവായിരുന്നു. അവനും കൂടെ പോയപ്പോഴുള്ള ആ പെൺകുട്ടിയുടെ അവസ്ഥ ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. അത്രയും സങ്കടം തോന്നുന്നുണ്ട്. ആ ഒരു വീഡിയോ കണ്ടിട്ട് എനിക്ക് ഒരുപാട് സങ്കടം തോന്നി, ഒരുപാട് കരഞ്ഞു. എന്താ വയനാട് ദുരന്തം എന്ന് പറയുന്നത് എന്താ പറയുക, അവിടെ ഉള്ളവരെക്കാൾ നമുക്ക് എല്ലാവരും കണ്ട ഒരു കാഴ്ചയാണ്. ഒരു നിമിഷം കൊണ്ട് എല്ലാം ഒലിച്ചു പോകുന്ന ആ ഒരു കാഴ്ച, അതെല്ലാം മറന്ന് എല്ലാം എന്തായി അവൾ ഒരു പുതിയ ജീവിതത്തിലേക്ക് വരുന്ന സമയത്ത് ആ ജീവൻ്റെ പാതയും കൂടെ പോകുക എന്ന് പറയുമ്പോൾ ഒരു അവസ്ഥയൊന്ന് ചിന്തിച്ച് നോക്കി. എത്ര വേദനാജനകമാണല്ലേ, നമുക്ക് തന്നെ സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ആ ഒരു പെൺകുട്ടി എങ്ങനെ ഇതെല്ലാം സഹിക്കും. അപ്പോൾ ഞാൻ സൈഡിൽ കാണിക്കുന്നുണ്ട് മൃതദേഹം അവരുടെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് അവർ ആ പൊട്ടിക്കരയുന്ന ആ ഒരു വീടൊക്കെ. ആ പെൺകുട്ടിയൊക്കെ എന്താ പറയുക, എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. അത്രയും വിഷമത്തോടു കൂടിയാണ് ഇരിക്കുന്നത്. അപ്പോൾ അവൾ ഹോസ്പിറ്റലിലായിരുന്നപ്പോഴും അപ്പോൾ രണ്ടുപേരും കൂടെ പോയപ്പോഴാണ് ആക്സിഡൻ്റ് ആയതെന്നാണ് തോന്നുന്നത്. അപ്പോൾ അവൾ ഹോസ്പിറ്റലിലായിരുന്നു. അപ്പോൾ മരിച്ചു എന്ന് പറഞ്ഞിട്ട് ആ മൃതദേഹം അവളുടെ അടുത്തേക്ക് കൊണ്ടുവരുന്ന ആ കാഴ്ച എന്താ പറയുക, നമ്മുടെ ചങ്ക് പൊട്ടിപ്പോവും. അങ്ങനത്തെ ഒരു കാഴ്ചയായിരുന്നു. ഒരിക്കലും നമുക്കൊന്നും ഹൃദയമുള്ളവർക്ക് സഹിക്കാൻ പറ്റില്ല. അത്രയും വേദനാജനകം തോന്നിയ ഒരു വീഡിയോ തന്നെയായിരുന്നു അതെനിക്കും. ഞാൻ ഒരുപാട് വിഷമിച്ചു. ഇന്നലെ രാത്രിയാണ് ഞാൻ ആ ഒരു ന്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പം തന്നെ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. ക്രിട്ടിക്കൽ എന്നൊക്കെ പറയുമ്പോൾ എന്തായിരിക്കും മുന്നോട്ടുള്ളത്. എങ്കിലും എന്താ പറയുക, പടച്ചവൻ വിചാരിച്ചാൽ നടക്കാത്തതായിട്ട് ഒന്നുമില്ലല്ലോ. ഒരു നിമിഷം മതി ഒരാൾക്ക് ആയുസ് കൊടുക്കാനും ആയുസ് കളയാനും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്നും ഉണ്ടാവില്ല, നാളെ ആകുമ്പോഴേക്കും എല്ലാം ശരിയാവുമെന്ന് പ്രാർത്ഥിച്ച് ദുആ ചെയ്ത് ആ മോൾക്ക് ക്ഷമിക്കാനുള്ളതൊക്കെ കൊടുക്കട്ടെ എന്ന് പറഞ്ഞ് ദുആ ഒക്കെ ചെയ്ത് എല്ലാം കിടന്നുറങ്ങിയത്. പിന്നെയാണ് ഇന്നിപ്പോൾ ഒരു ഉച്ചയൊക്കെ ആയപ്പോഴാണ് ഞാനൊരു ഇതിൽ കണ്ടത്. ഇതാണ് ജെൻസൺ മരിച്ചു, ആദരാഞ്ജലികൾ പറയുന്നത് കണ്ടപ്പോൾ എനിക്ക് എന്താ പറയുക, സഹിക്കാൻ പറ്റില്ല. അത്രയ്ക്ക് വിഷമം തോന്നി ആ ഒരു ന്യൂസ് കണ്ടപ്പോൾ. ഇത് കണ്ടില്ലേ, ആ വീട്ടുകാർ കരയുന്ന ആ ഒരു സീനൊക്കെ ഒന്ന് നോക്കി നമുക്കൊന്നും എന്താ പറയുക, എന്താ വിധി എന്ന് പറയുന്നത്, മരണം എന്നൊക്കെ പറയുന്നത് എനിക്ക് പറയാൻ തന്നെ വാക്കുകൾ കിട്ടുന്നില്ല കേട്ടോ. അത്രയും വിഷമം തോന്നുന്നുണ്ട്. ആ ഒരു ഇത്രയും വിഷമം തോന്നുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് എന്താ വാക്കുകൾ പോലും കിട്ടുന്നില്ല. പറയണം എന്താ ഞാൻ ഈ ഒരു ഇത് കണ്ടപ്പോൾ എനിക്ക് ചെയ്യണമെന്ന് തോന്നി. ഇങ്ങനെയുള്ള ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര വിഷമമാണല്ലേ. നമ്മളൊരു വിഷമത്തിൽ നിന്ന് മറ്റൊരു ഇതിലേക്ക് കയറുന്ന സമയത്ത് പിന്നെയും വിധി വേറൊരു രൂപത്തിൽ വരിക എന്ന് പറയുമ്പോൾ ആ പെൺകുട്ടിയുടെയൊക്കെ ഇനിയുള്ള ലൈഫ് എന്തായിരിക്കും. അവൾക്കൊരു എന്താ പറയുക, എത്ര ഇതായാലും ആ ഒരു ഇത് മാറില്ല, മനസ്സിൽ നിന്ന് മാറില്ല. ഞാനുണ്ട് കൂടെ. അച്ഛനും അമ്മയും പോയ സമയത്ത് ആ ഒരു വീഡിയോ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാനുണ്ട് കൂടെ എന്ന് പറഞ്ഞിട്ട്. അതെന്താ പറയുക, അതൊക്കെ ഇപ്പോൾ കാണുന്ന സമയത്ത് ചങ്ക് പൊട്ടിപ്പോകുന്ന വിഷമമാണ്. അത്രയ്ക്കും വിഷമം തോന്നുന്നുണ്ട് ഇങ്ങനെയുള്ളൊരു ഇത് കണ്ടപ്പോൾ. ഇനിയിപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അവൻ പോയി. ഇനിയിപ്പോൾ ആ മോൾക്ക് ക്ഷമിക്കാനുള്ള ഇത് കൊടുക്കട്ടെ എന്ന് മാത്രം നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ. എല്ലാവരും പ്രാർത്ഥിക്കാം, മോൾക്ക് എന്താ പറയുക, ക്ഷമ നൽകട്ടെ. അല്ലാതെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റും. വിധി ഏത് രൂപത്തിലാണ് വരിക എന്നൊന്നും പറയുന്നത്. നമ്മളും ഇതുപോലെ ഇങ്ങനെ നടക്കുകയും ഇരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. നമുക്കും എന്താണ് മരണം എന്താണെന്നൊന്നും അറിയില്ല. നമ്മളും മരണത്തെ മുന്നിൽ കണ്ടിട്ട് തന്നെയാണ് ജീവിക്കുന്നത്. എങ്കിലും എന്താ പറയുക, ഒരേ വിധി അടുപ്പിച്ച് വരുമ്പോഴുള്ള ആ ഒരു മാനസികാവസ്ഥ പെൺകുട്ടി
പെൺകുട്ടിയുടെ ഇത് വല്ലാത്തൊരു വിധി തന്നെയാണ്. എന്താ ഇങ്ങനെയുള്ള സാഹചര്യത്തിലാണ് നമ്മൾ ദൈവത്തെ പോലും വഴിക്കുന്ന ഒരു സാഹചര്യത്തിലോട്ട് വരുന്നത്. അത്രയും വേദനാജനകമാണ് ഇങ്ങനെ ഒരു ദുരന്തം എന്ന് പറയുന്നത്. എന്ത് തന്നെയാണെങ്കിലും എനിക്കിനി പറയാൻ വാക്കുകളൊന്നുമില്ല. എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു ഇത് കണ്ടപ്പോൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വന്നതാണ്. എനിക്ക് അത്രയും വിഷമം വന്നു, അതുകൊണ്ട് എൻ്റെ ആ ഒരു വിഷമം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വന്നതാണ്. അല്ലാതെ ഈ ഒരു വീഡിയോ ഞാൻ റീച്ചിന് വേണ്ടിയിട്ട് ഒന്നിനും ചെയ്തതല്ല. എൻ്റെ ആ ഒരു വിഷമം നിങ്ങൾക്കും ഞാനൊരു വീഡിയോ ഇടുമ്പോൾ നിങ്ങളെല്ലാവരും കുറച്ച് പേരെങ്കിലും എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അവരുമായിട്ട് ഞാനിതൊരു വിഷമം പങ്കുവെക്കുക എന്നുള്ളൊരു രീതിയിൽ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തതാണ്. അല്ലാതെ റീച്ചിനോ കാര്യങ്ങൾക്കോ വേണ്ടിയിട്ടൊന്നുമല്ല ഈ ഒരു വീഡിയോ ഞാൻ ചെയ്തത്. ഇനിയിപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇനി ചേച്ചിക്ക് അടുത്തൊരു റീച്ച് എന്ന് പറഞ്ഞിട്ട് ഇനി ആരും കമൻറ്റ് ഇടരുത്. അത്രയും വിഷമം തോന്നിയത് കൊണ്ട് മാത്രം ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തതാണ്. ഇപ്പോൾ എന്താ പറയുക, നമ്മൾ സ്നേഹിച്ച ഒരു പുരുഷൻ നമ്മളെ വിട്ട് പോകുമ്പോഴുള്ള ആ ഒരു മാനസികാവസ്ഥയെ ആലോചിച്ച് നോക്കുക. അപ്പം തന്നെ നമുക്ക് താങ്ങാൻ കഴിയില്ല. അപ്പോൾ എന്നേക്കുമായിട്ട് ആ ഒരു പെൺകുട്ടിയിൽ നിന്നും അവൻ പോയി എന്ന് പറയുമ്പോൾ എന്തൊരു വേദനാജനകമായിരിക്കില്ലേ. ആ ഒരു ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ആ സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വന്നത്. അല്ലാതെ ഞാൻ യാതൊരു ഇതും പ്രതീക്ഷിച്ചിട്ടല്ല. ഈ ഒരു ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇത് തോന്നി. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മുമ്പിലേക്ക് കൊണ്ടുവന്നത്. നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത് എനിക്കും കുറച്ചൊരു ആശ്വാസം കിട്ടുമല്ലോ, അത് പറഞ്ഞിട്ട് മാത്രമാണ് ഞാൻ ഈ ഒരു ഇത് ചെയ്തത്. എന്തായാലും ആ മോൾക്ക് ക്ഷമിക്കാനുള്ള ഇത് കൊടുക്കട്ടെ. അതുപോലെ തന്നെ ആ ജെൻസൻ എന്ന് പറഞ്ഞ ആ കുടുംബത്തിന് ജെൻസൻ്റെ മാതാപിതാക്കൾക്കും ആ ക്ഷമ നൽകട്ടെ. നമുക്ക് ഈ ഒരു അവസരത്തിൽ അത് മാത്രമല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക. വിധിയെ തടുക്കാൻ ആർക്കും ആവില്ലല്ലോ. വിധി എന്തല്ലാത്തൊരു ഇത് തന്നെയാണ്. നമുക്ക് ഏത് സമയത്താണ് എന്താണ് സംഭവിക്കുക എന്നൊന്നും പറയാൻ പറ്റാത്തൊരു ഇതാണ്. അപ്പോൾ ആ ഒരു ഇതാണ് ആ മോൾക്കും സംഭവിച്ചത്. അപ്പോൾ ഇത്രയുള്ള എൻ്റെ ടോപ്പിക്. പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.